നമസ്കാരം. ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ അന്വേഷണമുണ്ടായേക്കും. അനിലക്കരയുടെ പരാതിയിൽ നടപടിക്ക് സാധ്യത തേടി വിജിലൻസ്. വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ച ജാഫർ ഒളിവിൽ. ചാക്കിട്ട് പിടുത്തം CPMനില്ലെന്നും അന്വേഷിച്ച നടപടിയെന്നും MV ഗോവിന്ദൻ. CPMന് ആർത്തിമൂത്ത് ഭ്രാന്തായെന്ന് തൃശൂർ DCC. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് നൽകിയത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിന്. CBI അന്വേഷണത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ SIT. കേസ് അന്വേഷണത്തിൽ SITയെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് കോൺഗ്രസ്. അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ SITയെ വിശ്വാസമില്ല എന്ന് CPM. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് BJP. CPIക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും വെള്ളാപ്പള്ളി. തന്റെ കയ്യിൽ നിന്ന് കൈനീട്ടി കാശ് വാങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ പറ്റില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വഴിവിട്ട ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും വെള്ളാപ്പള്ളിയല്ല LDF എന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ലീഗിനെതിരെയും വെള്ളാപ്പള്ളിയുടെ വിമർശനം. വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്ന് MV ഗോവിന്ദൻ. ചില ആളുകളെ കൊണ്ട് പിണറായി വർഗീയത പറയിപ്പിക്കുന്നുവെന്ന് VD സതീശൻ. ക്രൈസ്തവർക്കെതിരായ അതിക്രമത്തിൽ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. RSSും പോഷക സംഘടനകളും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണെന്ന് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന RSS ആപ്തവാക്യം ഇവിടെ ചെലവാകില്ല. ക്രിസ്ത്യാനികൾക്ക് അതിനുവേണ്ടി രക്തസാക്ഷികളാകാൻ മടിയില്ലെന്നും കാതോലിക്ക ബാവ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് NSS. ശബരിമലയിൽ ശരിദൂരമെന്നും G സുകുമാരൻ നായർ. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിന് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് തുടക്കം. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി പ്രമുഖർ. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിച്ചേക്കും. ആദ്യ മത്സരം 11-ന് വഡോദരയിൽ, 14-ന് രാജ്കോട്ടിലും 18-ന് ഇൻഡോറിലും മറ്റു മത്സരങ്ങൾ. ശുഭ്മാൻ ഗിൽ ഇന്ത്യയെ നയിക്കും. വടക്കാഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്രൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത സംഭവത്തിൽ കൂറുമാറാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് പറയുന്ന ശബ്ദരേഖ പുറത്ത്. ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ മാസ്റ്ററുടെ പേരിലാണ് ശബ്ദരേഖ പ്രചരിക്കുന്നത്. ഭരണം പിടിക്കാൻ CPM നേതൃത്വം 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ശബ്ദരേഖയിലെ പരാതിയിൽ അന്വേഷണം നടത്താനാകുമോ എന്ന് പരിശോധിച്ച് വിജിലൻസ്. പണം വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന EU ജാഫർ ഏതെങ്കിലും പദവി ഏറ്റെടുത്തിട്ടില്ല. അതിനാൽ പൊതുസേവകൻ എന്ന നിലയിൽ വരില്ല. വിജിലൻസിന് അന്വേഷിക്കാനായില്ലെങ്കിൽ പരാതി പോലീസിന് കൈമാറും. വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനം തിങ്കളാഴ്ചയോടെ ഉണ്ടാകും. അതേസമയം വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ച ജാഫർ ഒളിവിലാണ്. വടക്കാഞ്ചേരിയിൽ അധികാരത്തിനായി ലീഗ് സ്വതന്ത്രന് കോഴ നൽകിയെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ഒരു അവസരവാദ നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്നും കുതിരക്കച്ചവടത്തിനില്ലെന്നും MV ഗോവിന്ദൻ. ജനവിധി അംഗീകരിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIMനില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. വരട്ടെ. അതെ, അതാ പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ. വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചോദിക്കണം, അവരോട് ചോദിക്കണം. ആരാ പറഞ്ഞത്? എന്താ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ.
അതിന് ഞങ്ങൾക്കെന്താ തർക്കമുള്ളത്? ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനാണെങ്കിലല്ലേ ഇന്ത്യയിൽ പിന്നിൽ പ്രശ്നമുള്ളൂ. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. ആ നിലപാടാണ് സ്വീകരിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കുതിരക്കച്ചവടത്തിലൂടെയാണ് CPM വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നേടിയതെന്നും അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ചൊഴിയണമെന്നും തൃശൂർ DCC. മറ്റത്തൂർ ഉൾപ്പെടെ താത്വിക അവലോകനങ്ങൾ നടത്തി പുറത്തുവിട്ട വാർത്തകൾ കണ്ടതാണ്. CPMന്റെ അധികാരത്തോടുള്ള ആർത്തിയാണിതെന്നും CPM നേതാക്കൾക്ക് ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് CPMന്റെ അധികാരത്തോടുള്ള ആർത്തിയാണ്. ഗോവിന്ദൻ മാഷ് പറയുന്നത് ഞങ്ങൾക്ക് അധികാരത്തോട് ത്വരയില്ല എന്നാണ്. അധികാരത്തോടുള്ള ആർത്തി, ഈ ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. നാട്ടിൻപുറത്ത് കാരണവന്മാർ പറയും ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുന്നു. അതാണ് ഇവിടെ CPM നേതാക്കന്മാർക്ക് സംഭവിച്ചിട്ടുള്ളത്. 50 ലക്ഷം കോഴ വാഗ്ദാനം ചെയ്യാൻ എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? അത് CPM നേതാക്കൾ വെളിപ്പെടുത്തണം. വടക്കാഞ്ചേരി വിഷയം വാർത്തകളെ വഴിതിരിച്ചുവിടാനുള്ള അഭ്യാസമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു അഭ്യാസവും CPM നടത്തിയിട്ടില്ല. BJP, SDPI തുടങ്ങിയ വർഗീയ സംഘടനകളുടെ വോട്ട് നേടി സ്ഥാനം ലഭിച്ചാൽ ഉടൻ രാജിവെക്കണമെന്നതായിരുന്നു CPM സമീപനമെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ്. ഒരു തരത്തിലും അതിന് വാസ്തവവുമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ട ഓഡിയോ ആരോട് പറയുന്നതാണ്? ഏതെങ്കിലും തരത്തിൽ CPIMൻ്റെ ഒരു നേതാവ് ബന്ധപ്പെട്ടുവെന്നോ സംസാരിച്ചുവെന്നോ പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ആരും അങ്ങനെ ഇടപെട്ടിട്ടില്ല. CPIക്കെതിരെ നിശ്ചിത വിമർശനവുമായി SNDP മുഖമാസികയിൽ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. തൊട്ടുകൂടായ്മയുടെ വികൃത മുഖം വീണ്ടും എന്ന തലക്കെട്ടോടെയാണ് ലേഖനം. CPM, CPI ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളുടെ നട്ടെല്ല് SNDPയാണ്. CPMന് ഇത് അറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് സമുദായങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുന്നത്. CPIയുടെ നവോത്ഥാന നേതാക്കന്മാർക്ക് ഇപ്പോൾ ആ ബോധ്യമില്ലെന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പേരെടുത്തു പറയാതെ ലേഖനത്തിൽ വിമർശിച്ചു. മൂഢസ്വർഗത്തിലിരുന്നാണ് ഇക്കൂട്ടർ വിലയിരുത്തലുകൾ നടത്തുന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. താൻ മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്തത് വലിയ അപരാധമായെന്ന് പറയുന്നവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാകുമെന്നും സമുദായത്തിന്റെ കൂട്ടായ്മയെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമായി ഇതിനെ കാണാൻ കഴിയൂ എന്നും ന്യൂനപക്ഷ പ്രീണനങ്ങളെ SNDP എപ്പോഴും എതിർക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം എഡിറ്റോറിയൽ കുറിച്ചു. CPI കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. തന്റെ കയ്യിൽ നിന്ന് കൈനീട്ടി കാശ് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല. ബിനോയ് വിശ്വത്തിന്റെ കാറിൽ സഞ്ചരിക്കേണ്ട കാര്യം തനിക്കില്ല. MN ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്റെ കാറിൽ കയറിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വണ്ടി ഞാനെന്താ TV തോമസ്, MN ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ, ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹമാണ് അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കൈ ഞാൻ കൊടുക്കും ചിരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞോ? ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ, അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട്. അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിന് പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി. വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെറ്റായ മാർഗത്തിൽ ആരും പണം വാങ്ങിയിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ഒരു ചില്ലി കാശ് പോലും CPIക്ക് വേണ്ട. ആരോപണം തെളിയിച്ചാൽ തിരിച്ചു കൊടുക്കും. LDFനോ വെള്ളാപ്പള്ളിക്കോ മാർക്കിടാൻ CPI ഇല്ല. ആരോടും തർക്കത്തിന് താനില്ലെന്നും ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു. പരാമർശങ്ങളിലൂടെ ആരെല്ലാം ചെറുതാകുമെന്നും വലുതാകുമെന്നും ജനം കാണുന്നുണ്ടെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPIക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല. ശ്രീ വെള്ളാപ്പള്ളിയുടെ പക്കൽ നിന്ന് CPIക്കാർ
ഫണ്ട് പിരിച്ച് കാണും ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും, അത് കാണും. അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും പിരിക്കുന്ന പതിവ് CPIക്ക് ഇല്ല. അതുകൊണ്ട് അതൊരു വെറും വർത്തമാനം മാത്രമാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. മാറാട് ആവർത്തിക്കാൻ ലീഗ് ശ്രമമെന്ന് വെള്ളാപ്പള്ളി. മുസ്ലിം സമുദായത്തെ SNDPക്കെതിരെ തിരിക്കാൻ ലീഗ് ശ്രമം നടത്തുന്നു. മലപ്പുറത്ത് ലീഗിന് മുട്ടിന് കോളേജുകളുണ്ട്. ലീഗ് സാമൂഹിക നീതി നടപ്പാക്കിയില്ല എന്നും ആത്മപരിശോധന നടത്താൻ ലീഗ് തയ്യാറാകണമെന്നും പറഞ്ഞതൊന്നും പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദമില്ലാതെ പല കലഹങ്ങളുണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. അവർ സത്യം തുറന്നു പറയട്ടെ. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതനിരപേക്ഷ നിലപാടിനെ അംഗീകരിക്കുന്നുവെന്നും സ്കൂൾ തുടങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാവുമോ? വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അവസാനം നാളത്തെ നിങ്ങളുടെ MV ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അത് പറയാൻ പറ്റില്ലേ? അല്ല, SNDPക്ക് നേരിട്ട പ്രശ്നവും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങളിപ്പോൾ അതിൽ പാർട്ടി നിലയിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ് എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് SNDP ആയാലും മറ്റാരായാലും സ്കൂൾ തുടങ്ങുന്നതിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. കേസിന് അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. അന്താരാഷ്ട്ര ബന്ധത്തിന് തെളിവില്ലാത്തതിനാൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന വിലയിരുത്തലിലാണ് SIT. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും UDF കൺവീനർ അടൂർ പ്രകാശിനെയും ഉടൻ ചോദ്യം ചെയ്യും. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടിള, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവര ശേഖരണത്തിന് തയ്യാറായത്. എന്നാൽ നിലവിൽ അന്താരാഷ്ട്ര ബന്ധത്തിന് തെളിവില്ലാത്തതിനാൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഏത് ഏജൻസി അന്വേഷിക്കുന്നതിലും എതിർപ്പില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIT അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ SITയെ വിശ്വാസമില്ല എന്ന് പറയുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സെൻട്രൽ ഏജൻസി വേണോ വേണ്ടിയോ എന്നുള്ളതൊന്നും ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലടുത്ത നിലപാട് SIT അന്വേഷണം പോകണം, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഹൈക്കോടതി SITയെ തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു ആഹ്ലാദഭരിതമായിരുന്നു പത്രക്കാരെല്ലാം, നിങ്ങളെല്ലാം. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ, ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല. കാരണം എന്താ, മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊള്ള നടത്തുന്നത് നേതൃത്വം കൊടുത്ത ഒന്നാം പ്രതി, രണ്ട് ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി, ഈ രണ്ടുപേരും സോണിയാഗാന്ധിയെ പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള, ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത
ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ SITയെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമലയിലെ സ്വർണം വിറ്റത് ആർക്കൊക്കെയാണെന്ന് സതീശൻ ചോദിച്ചു. ചില ആളുകളെ കൊണ്ട് പിണറായി വിജയൻ വർഗീയത പറയിപ്പിക്കുന്നുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ CPM ശിഥിലമായെന്നും VD സതീശൻ പറഞ്ഞു. അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കെതിരെ BJP. സോണിയയുമായി രക്തബന്ധമുള്ളവർക്ക് ഇറ്റലിയിൽ പുരാവസ്തു കച്ചവടം ഉണ്ടെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. മറ്റൊരു കേസിൽ CBI ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനാണോ ആന്റണിയും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയതെന്നും അദ്ദേഹം ചോദിച്ചു. പ്രധാന കുറ്റവാളിയായ ശങ്കർദാസിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് നടന്നു. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവും MG സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ സിറിയക് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NSS പ്രസിഡന്റ് ഡോക്ടർ M. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. NSSന് രാഷ്ട്രീയമില്ലെന്നും എന്നാൽ രാഷ്ട്രീയത്തോട് വെറുപ്പില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സ്വർണ്ണക്കൊള്ളയിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിൽ ഇനി പുതുതായൊന്നും പറയാനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെയാണ് NSS നിലപാടെന്നും ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയത്തോട് വെറുപ്പില്ല. ഒരു രാഷ്ട്രീയത്തോടും ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവർക്കെതിരായ അതിക്രമത്തിൽ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. RSSന്റെ പോഷക സംഘടനകളായ ബജ്രംഗ് ദളും VHPയും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണെന്ന് കാത്തോലിക്ക ബാവ പറഞ്ഞു. പള്ളിക്കുള്ളിലെ ആരാധനയ്ക്ക് നേരെയായിരിക്കും ഇനിയുള്ള ആക്രമണം ഉണ്ടാവുക. മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾ ഇവർക്ക് ഒത്താശ ചെയ്യുകയാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ ജനിച്ചു വളർന്ന രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന RSS ആപ്തവാക്യം ഇവിടെ ചെലവാകില്ലെന്നും കാത്തോലിക്ക ബാവ പറഞ്ഞു. പോഷക സംഘടനകളായിരിക്കുന്ന ബജറംഗ് ദളും അതുപോലെ VHPയും ഒക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം ഇന്നത്തെ മനോരമയിലും 2-3 സ്ഥലങ്ങളിലായിട്ട് ഞാൻ കാണുകയുണ്ടായി. നമുക്കറിയാം, കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്ത് കയറാൻ അധികം താമസം ഇല്ല. പുതുവർഷ തലേന്ന് സംസ്ഥാനത്ത് മദ്യവിൽപ്പനയിൽ റെക്കോർഡ്. ഔട്ട്ലെറ്റുകളിൽ നിന്നും വെയർഹൌസുകളിൽ നിന്നുമായി 125.64 കോടിയുടെ മദ്യം വിറ്റുപോയി. കഴിഞ്ഞ വർഷം 108.71 കോടിയായിരുന്നു വിൽപ്പനയുണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയുടെ മദ്യം വിറ്റ കൊച്ചി കടവന്ത്ര ബെവ്കോ ഔട്ട്ലെറ്റാണ് വിൽപ്പനയിൽ ഒന്നാമത്. പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി മലയാളി കുടിച്ചത് 125.64 കോടിയുടെ മദ്യമാണ്. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വെയർഹൌസുകളിൽ നിന്നുമാണ് വിൽപ്പന നടന്നത്. കഴിഞ്ഞ വർഷം 108.71 കോടി രൂപയുടെ വിൽപ്പനയായിരുന്നു നടന്നത്. ബെവ്കോ ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം പുതുവർഷ തലേന്ന് 105.78 കോടി രൂപയുടെ വിൽപ്പന നടന്നു. 2024 നടന്നത് 97.13 കോടി രൂപയുടെ വിൽപ്പനയായിരുന്നു. ഏറ്റവും അധികം വിറ്റുപോയത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ്. 92.89 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയുടെ മദ്യം വിറ്റ കൊച്ചി കടവന്ത്ര ബെവ്കോ ഔട്ട്ലെറ്റാണ് വിൽപ്പനയിൽ ഒന്നാമത്. പുതുവർഷ തലേന്ന് ഇവിടെ നിന്ന് 1,16,610 രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് കൊച്ചിയിലെ തന്നെ രവിപുരം ഔട്ട്ലെറ്റാണ്. ഇവിടെ 95,800,670 രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. മൂന്നാം സ്ഥാനം 82,86,090 രൂപയുടെ വിൽപ്പന നടന്ന എടപ്പാൾ കുറ്റിപ്പാല ഔട്ട്ലെറ്റാണ്. കടവന്ത്ര ഔട്ട്ലെറ്റിൽ ക്രിസ്മസ് തലേന്ന് 66.88 ലക്ഷം രൂപയുടെ മദ്യം വിറ്റുപോയിരുന്നു. 16.93 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ഇക്കൊല്ലം നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ വിശദീകരണവുമായി നടൻ ജയസൂര്യ. എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതമായാണ് നടന്നിട്ടുള്ളത്. പരസ്യ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്നവർ നാളെ തട്ടിപ്പ് നടത്തുമെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ എന്ന് ജയസൂര്യ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുന്നു. തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചെന്ന വാർത്തകൾ നുണപ്രചരണമാണെന്നും ജയസൂര്യ പറഞ്ഞു.
നന്മയുടെയും മേന്മയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി കൊല്ലം മാതാ അമൃതാനന്ദമയി മഠത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ നടന്നു. പുതുവത്സരാഘോഷ ദിനത്തിൽ ആശ്രമ അന്തേവാസികൾ ഉൾപ്പെടെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി പേരാണ് പങ്കെടുത്തത്. ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്തനൃത്യങ്ങൾ, സംഗീത ശില്പങ്ങൾ, ഭജന, വിശ്വശാന്തി പ്രാർത്ഥന എന്നിവയും ആശ്രമത്തിൽ സംഘടിപ്പിച്ചു. ആഘോഷങ്ങൾക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ആഘോഷത്തിൽ പങ്കെടുത്തവർക്ക് പ്രസാദം വിതരണം ചെയ്തു. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappo. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. കഴിഞ്ഞ ദിവസം 87,774 തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്. തിരക്ക് കൂടിയതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ശബരിമലയിലെത്തിയിരുന്നു. ഇന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 44,483 തീർത്ഥാടകർ ശബരിമലയിലെത്തി. സന്നിധാനത്ത് നിന്നും സുധീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയിൽ രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമാകുന്നത്. പലയിടത്തും ഇത്തരത്തിൽ നിരവധി ഭക്തർ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മരക്കൂട്ടം മുതൽ ഇങ്ങോട്ട് തുടങ്ങി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഈ നടപ്പന്തലിലുമൊക്കെ ഏറെ നേരം ക്യൂ നിന്നുകൊണ്ടാണ് അയ്യപ്പന്മാർ ദർശനം നടത്തുന്നത്. ആ ഒരു ബുദ്ധിമുട്ടുകൾ അയ്യപ്പന്മാർക്കുണ്ട്. പലപ്പോഴും ഏറെ നേരം ക്യൂ നിന്ന് അയ്യപ്പ ദർശനം സാധ്യമാകുമ്പോൾ പ്രായമായവർക്കും കുട്ടികൾക്കും അതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതെല്ലാം മറികടന്ന് അവർ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ശബരീഷിനെ കണ്ട് മടങ്ങുന്ന അയ്യപ്പനെ കണ്ട് മടങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പുണ്യം, ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് അവർ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഈ ക്യൂവിലും ഈ ഒരു ശ്രമകരമായ ഈ ഒരു യാത്രയിലേക്കുമൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് ബോർഡിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒപ്പം പോലീസിൻ്റെയും ഒക്കെ ചുമതല കൂടിയാണ്. അത്തരത്തിൽ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വേണം ഇത്തരത്തിൽ ഒരു ദർശനം സാധ്യമാക്കാൻ എന്നുള്ളത് അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ അവരുടെ ഒരു അഭിപ്രായമായി ഉയരുന്നുണ്ട്. പലപ്പോഴും ഇവർക്ക് നിയന്ത്രണങ്ങൾ ഭേദിച്ചുകൊണ്ട് ഈ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നതിനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസുകാർ സംയമനം പാലിച്ചുകൊണ്ട് ഇവരെ നിയന്ത്രിച്ച് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യമാണ് അയ്യപ്പന്മാർക്ക് ഉള്ളത്. പലപ്പോഴും പോലീസും അയ്യപ്പന്മാരും തമ്മിൽ ചില ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ദൃശ്യമാകുന്നുണ്ട്. എങ്കിൽ പോലും അയ്യപ്പ ദർശനം സാധ്യമാകുന്നതോടുകൂടി ഇതെല്ലാം മറന്നുകൊണ്ട് അടുത്ത ഒരു മകര തീർത്ഥാടന കാലത്തേക്കുള്ള ഒരു കാത്തിരിപ്പോട് കൂടിയാണ് ഓരോ അയ്യപ്പനും ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഏതായാലും രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ശബരീശ സന്നിധിയിലൊക്കെ തന്നെ ഒരു മഴ ലഭിച്ചിരുന്നു. ആ മഴയുടെ തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട ഒരു വെയിലിൻ്റെ കാഠിന്യം അയ്യപ്പന്മാർക്ക് ഏതായാലും ഇവിടെ ഈ സമയങ്ങളിലില്ല. ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അയ്യപ്പ ദർശനം സാധ്യമാകുന്ന ഒരു ആശ്വാസം അയ്യപ്പന്മാർക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട തിരക്ക് ഇനിയും വരും ദിവസങ്ങളിലും കൂടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ പലപ്പോഴും ഈ അയ്യപ്പന്മാരും മറ്റ് ഇവിടെയുള്ള വകുപ്പുകൾ സംവിധാനങ്ങളും ഒക്കെയായി ഒരു വാഗ്വാദങ്ങളിലേക്ക് ഏർപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കി വേണം ഈ അയ്യപ്പ ദർശനം ഇവർക്കായി ഒരുക്കി നൽകാൻ എന്നൊരു ആവശ്യം ഭക്തരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ശ്രീജിത്തിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, സന്നിധാനം. താമരശ്ശേരി ചുരത്തിൽ 8 മണിക്കൂറിലധികമായി ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. അടിവാരം ടൗൺ മുതൽ ലക്കിടി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. അവധിയായതിനാൽ സന്ദർശകരുടെ ബാഹുല്യമാണ് ഗതാഗതക്കുരുക്കിന് കാരണം. പുലർച്ചെ ചുരം കയറിയ വാഹനങ്ങൾ പലതും ഉച്ചയോടെയാണ് വയനാട്ടിലെത്തിയത്. താമരശ്ശേരി പോലീസും ചുരം സംരക്ഷണ സമിതിയുമാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. മലപ്പുറത്ത് ചെരുപ്പ് കമ്പനിക്ക് തീപിടിച്ചു. പൂക്കോട്ടൂർ മൈലാടിയിലാണ് സംഭവം. ചെരുപ്പ് കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തുള്ള സ്റ്റീൽ കമ്പനിയിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർഫോഴ്സ് ശ്രമം നടത്തുന്നുണ്ട്. 2 യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം നടത്തിയ ചിക്കിംഗ് മാനേജറെ പിരിച്ചുവിട്ടു. ഇടപ്പള്ളി ചിക്കിംഗ് ഔട്ട്ലെറ്റിലെ മാനേജർക്കെതിരെയാണ് നടപടി. ആക്രമണങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ചിക്കിങ്ങിനെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ചിക്കിംഗ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും ചിക്കിംഗ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് CBSE മീറ്റിൽ പങ്കെടുക്കാനെത്തിയ +1 വിദ്യാർത്ഥികൾക്ക് നേരെ മാനേജർ അതിക്രമം നടത്തിയത്. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തതിനായിരുന്നു പ്രകോപനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹി, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ താപനില ഓരോ ദിവസവും കുറയുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ 5 ഡിഗ്രിയിലേക്ക് താപനിലയെത്തും. ഡൽഹിയിൽ വായു മലിനീകരണവും പുകമഞ്ഞും രൂക്ഷമാണ്. ദ്വാരക, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ 400-ന് മുകളിലാണ് വായു മലിനീകരണ തോത്. പുകമഞ്ഞ് രൂക്ഷമായി തുടരുകയാണ്. റെയിൽവേ വ്യോമ ഗതാഗതങ്ങളെ പുകമഞ്ഞ് സാരമായി ബാധിച്ചു. വിമാന സർവീസുകൾ വൈകുമെന്ന് കമ്പനികൾ അറിയിച്ചു. ട്രെയിനുകൾ പലതും വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെ 7 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 2022 മഹ്സ അമീനി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വ്യാപകമായ സമര പരമ്പരയാണിതെങ്കിലും സമരക്കാരുടെ എണ്ണം മുൻവർഷത്തിനേക്കാൾ കുറവാണ്. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിച്ചേക്കും. ചീഫ് സെലക്ടർ അജിത് അഗാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഓൺലൈനായി യോഗം ചേർന്ന് ടീമിനെ തിരഞ്ഞെടുക്കുമെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനുവരി 11-ന് വഡോദരയിലാണ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം. 14-ന് രാജ്കോട്ടിലും 18-ന് ഇൻഡോറിലും യഥാക്രമം 2ഉം 3ഉം മത്സരങ്ങൾ നടക്കും. ഇതിനുശേഷം 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയുണ്ട്. ലോകകപ്പിനുള്ള അതേ ടീമാണ് T20 പരമ്പരയിലും കളിക്കുന്നത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.